കേട്ടു തൊഴേണം അമ്മേ നാരായണ എന്നൊരു മന്ത്രം ഒരു വിട്ടു തൊഴേണം കണ്ടു കണ്ടു കൺകൂളിൽ കാനംബികയെ തൊഴേണം. കാരുണ്യക്കടലായി കാക്കും ദേവി ശ്രീദേവി ശ്രീഭദ്രേ ദോഷാനിക്കരയിക്കാം ദോഷമകത്താന ആരോരുമില്ലാത്തവരുടെ അമ്മ വിളിക്കുന്നു കാരുണ്യക്കടലായി കാക്കും ദേവി വിളിക്കുന്നു. ടീച്ചറെ, നമ്മളെ ഈ ക്ഷേത്രത്തിനെ കുറിച്ച് കുരിയോടി ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിനെ കുറിച്ച് രണ്ടു വാക്ക് സംസാരിക്കാമോ? ഞാനിവിടെ സ്ഥിരം വരാറുള്ളതാണ്. ഇവിടുത്തെ ദേവിയെ തൊഴുതിട്ട് പോകുമ്പോൾ മനസ്സിന് നല്ല സന്തോഷവും നമ്മൾ മനസ്സിലൊരു കാര്യം വിചാരിച്ച് വന്ന് ദേവിയെ അമ്മയെ തൊഴുതിട്ട് പോയാൽ നമുക്ക് അതുപോലെ തന്നെ ആ കാര്യങ്ങൾ നടക്കുകയും ചെയ്യുന്നതുകൊണ്ട് അമ്മയിലുള്ള വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഞാൻ എല്ലാ മാസത്തിലും ദിവസങ്ങളിൽ വന്ന് അമ്മയെ തൊഴുവാറുണ്ട്. നല്ല ശാന്ത മനസ്സോടുകൂടി നമുക്ക് തിരികെ പോകാൻ കഴിയുന്നുണ്ട്. വളരെ സന്തോഷമാണ്. വളരെ സന്തോഷം. അപ്പോൾ ഇനിയും വരണമെന്നാണ് ആഗ്രഹം. ചേച്ചി എവിടുന്നാ വരുന്ന കടക്കൽ? ചേച്ചിയുടെ പേര്? എൻ്റെ പേര് സുമ. അപ്പം ഒത്തിരി നാൾ കൊണ്ട് ഇവിടെ ഒത്തിരി നാളുണ്ട്. അപ്പം ഈ ക്ഷേത്രത്തിൽ വന്നതിൽ ചേച്ചിക്കൊണ്ടായ ഒരു നല്ല മാറ്റമുണ്ട്. ഒത്തിരി ബുദ്ധിമുട്ട് അനുഭവിച്ചാണ് വന്നത്. നല്ല മാറ്റമുണ്ട്. അപ്പം അതുകൊണ്ട് മുടങ്ങാതെ ഞാൻ ഇപ്പൊ 3 മാസത്തിൽ വരും. അതെന്തായാലും ദേവിയെ കണ്ടിട്ടേ അതിലൊരു ഇതുണ്ട്, ഒരു സന്തോഷമുണ്ട്. പിന്നെ നമുക്കൊരു സമാധാനമുണ്ട്. ഇവിടെ വരണമെന്ന് പറഞ്ഞാൽ സമയം ഇല്ലെങ്കിലും അപ്പോഴും സമയം എത്തും. വരണമെന്നുള്ള സമയം എത്തും. ശരി ചേച്ചി, ഓക്കെ, വളരെ സന്തോഷം.